ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് യൂണിക്കോൺ കേക്ക്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ്. കാണാൻ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കേക്കാണിത്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമുക്ക് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. ഇംഗ്ലീഷ് ആൻഡ് മോർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് നടത്തുന്നത് കുറച്ച് ലേഡീസ് കൂടിയിട്ടാണ്. നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ടാവും. നമുക്ക് ഏത് സമയമാണോ ഫ്രീ എന്ന് വെച്ചാൽ അപ്പോൾ അവരെ ഇൻഫോം ചെയ്താൽ മതി. മെസ്സേജ് അയക്കോ വിളിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ ടൈമിനനുസരിച്ചിട്ടാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ട്രെയിനേഴ്സ് നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് പിന്നെയും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കേട്ടാലും മതി. അതുപോലെ അവരെ വിളിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം, മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് കൂടുതൽ ഇമ്പ്രൂവ് ആവുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഇംഗ്ലീഷ് ആൻഡ് മോർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ നല്ലോണം അറിയാൻ മതിയാവും, പക്ഷേ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം ഇംഗ്ലീഷ് ആൻഡ് മോറിൽ 2 മാസത്തെ കോഴ്സാണ്. അതിന് ഫീസ് ഉണ്ട്. 2500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനി ഫെബ്രുവരിയിൽ നിന്ന് അവരുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആണ്. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ മെഷറിംഗ് കപ്പോ സ്പൂണോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഗ്ലാസ്സാണ് ഞാൻ എൻ്റെ മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്യാൻ പോണേ. ഇതിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കാൻ പോണത്. ഇപ്പോൾ നമുക്ക് മെഷറിംഗ് കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ തന്നെ അളന്നെടുത്താൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ ഇലക്ട്രിക് മിക്സർ യൂസ് ചെയ്യണില്ല, പകരം മിക്സിൻ്റെ ജാറാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിൽ 1/2 കപ്പിലും കൂടുതൽ, എന്നാൽ 3/4 കപ്പിൻ്റെ അത്രയും വേണ്ട, അങ്ങനെ ആ ഒരളവിൽ പഞ്ചസാര എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കണതിൻ്റെ മുന്നേ ആദ്യം തന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള മെഷറിംഗ് ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 മുട്ടൻ്റെ അളവാണ് ചെയ്യണത്. അപ്പോൾ 3 മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര ഉണ്ടെന്ന് നോക്കുക, എത്രത്തോളമാണ് ഇതിൻ്റെ അളവ് വരുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാനുള്ളത്. അപ്പോൾ 3 മുട്ട ഇതിന് കണക്കായിട്ടാണ് ഉണ്ടാവല്. ഇപ്പം ചെറിയ മുട്ട ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഗ്ലാസ് നിറഞ്ഞിട്ടില്ല, മറ്റേ ഗ്ലാസ് നിറഞ്ഞ് നിൽക്കലുണ്ട്. ഇനി നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള ഈ മുട്ട പൊടിച്ച പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ വേണം. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതും നമുക്ക് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അത് 1 ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു 5-6 മിനിറ്റ് വെച്ചിട്ട് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കണം. അപ്പോഴേ നല്ലപോലെ പതഞ്ഞ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് അങ്ങനെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ അത് കുറേ സമയം എടുക്കും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഗ്ലാസ് മുഴുവനായിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. മൈദ അങ്ങനെ കുത്തി നിറച്ചെടുക്കാൻ പാടില്ല. ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലെവൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് കുറച്ചായിട്ട് അരിച്ചിട്ട് അത് സ്പാച്ചുല വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മുട്ട അടിച്ചിട്ട് പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസാക്കി എടുത്താൽ മതി. അങ്ങനെ നമുക്കിത് മിക്സാക്കി എടുക്കാം. ഇനി കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്താൽ മതിയാവും.
നമുക്ക് ഈ യൂണിക്കോൺ കേക്ക് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കേണ്ടത്. അപ്പം ഞാൻ 2 കേക്കിനുള്ള ബാറ്റർ നേരത്തെ കാണിച്ച പോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 സെയിം സൈസിലുള്ള കേക്ക് ടിൻ എടുത്തിട്ട് അത് ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് പിന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. സൈഡ്സിലും താഴെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ പാന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് അതിൽ സ്റ്റക്കായിട്ട് പോവും. പിന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെമ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പം താഴെ ഞാനൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ കേക്ക് ടിൻ വെച്ചത്. അതിനുശേഷം ഇത് കവർ ചെയ്തിട്ട് ഒരു 25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. 2 കേക്കും ഞാൻ ഒരേ സമയം തന്നെയാണ് കുക്കാവാൻ വെച്ചത്. അപ്പോൾ ഇതാ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കി, അപ്പോൾ നല്ല പോലെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം. എന്നിട്ട് കേക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. റിറ്റ്സിൻ്റെ വിപ്പ് ടോപ്പിംഗ് സിൽവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തതിന് ഫ്രിഡ്ജിൽ നിന്ന് അതേപടി എടുത്തതാണ്. അതാണ് ഇങ്ങനെ കട്ടിയായിട്ടുള്ളത്. നമ്മൾ ശരിക്കും ലൂസായിട്ട് വേണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്യണത് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റുക. കേക്ക് നല്ല പോലെ ബേക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കേക്ക് 2 ലെയറായിട്ടും മറ്റത് 3 ലെയറായിട്ടുമാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത്. കാരണം ഒരു കേക്ക് കുറച്ചൊരു ഹൈറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, മറ്റത് 2 ലെയറും. അങ്ങനെ നമ്മുടെ കേക്കിന് 5 ലെയറാണ് മൊത്തത്തിലുള്ളത്. ഇനി കേക്ക് വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസാനോൻ്റെ ചോക്കോ സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് പിന്നെ അത് ഷുഗർ സിറപ്പുമായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു ചോക്ലേറ്റി ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. ഞാൻ ഈ നോസിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഫ്ലവറൊക്കെ വരയ്ക്കാൻ എടുക്കുന്ന നോസിലാണ്. അങ്ങനെ അത് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തേണ്. അതിൻ്റെ മേലെ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുകയാണ്, കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അത് ഞാൻ നേരത്തെ ആക്കിയിട്ടുള്ള ആ ഡിസാനോൻ്റെ ചോക്കോ സ്പ്രെഡ് കൊണ്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമൊക്കെ നല്ല കട്ടിക്ക് തന്നെ ചെയ്യുക. ക്രീം ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസാനോൻ്റെ ചോക്കോ സ്പ്രെഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് സെയിം തന്നെ ആദ്യം സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 3ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഏത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പം ചോക്കോ സ്പ്രെഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, അങ്ങനെ എന്തും ചെയ്യാം. അങ്ങനെ എല്ലാ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കേക്ക് കാണാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്രീം വെച്ച് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഡെക്കറേഷനുള്ള ക്രീം കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ബൗളിലേക്ക് എടുക്കാം. ഞാൻ 5 കളറിലുള്ള വിപ്പിംഗ് ക്രീമാണ് ആക്കിയെടുക്കാൻ പോണത്. അപ്പം റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ ഈ 4 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ ഞാൻ പേർപ്പിൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, നമ്മുടെ വയലറ്റ് കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ കളേർഡ് വിപ്പിംഗ് ക്രീം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും 2 കളർ വരുന്ന പോലെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒരു പൈപ്പിംഗ് ബാഗിൽ സെപ്പറേറ്റ് ആക്കി എടുത്തു. പിന്നെ ഒരു പ്ലെയിൻ പൈപ്പിംഗ് ബാഗിൽ ഞാൻ ഈ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഉള്ളിലുള്ള ക്രീം പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം മൊത്തത്തിൽ എടുത്തതിന് ശേഷമല്ലേ നമുക്ക് നോസിൽ മാറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആ പ്രശ്നമില്ല. ഈ ക്രീമുള്ള പൈപ്പിംഗ് ബാഗ് മാത്രം അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഞാൻ ഈ നോസിൽ വെച്ചിട്ടാണ് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. കേക്കിൻ്റെ മേലെ ഡിസൈൻ വരേണ്ട ഭാഗം ഞാൻ ജസ്റ്റ് ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ഒരു ഐഡിയ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇടുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ഈ ലൈൻ വരച്ച് മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഫ്ലവറും വലിയ ഫ്ലവറും വരച്ച് കൊടുക്കുകയാണ്. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുക, കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനി വേറെ കളേഴ്സ് വെച്ചിട്ടും ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വരച്ച് കൊടുക്കുക. വേറൊരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ യെല്ലോയും റെഡും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലവേഴ്സ് വരച്ചുകൊണ്ട്. യൂണിക്കോണിൻ്റെ കണ്ണ് വരുന്ന ആ ഭാഗത്ത് മേലെയായിട്ട് ഞാനൊരു വലിയ റോസ് കളറിലുള്ള ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ബാക്കിയുള്ള കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ്. ഈ യൂണിക്കോണിൻ്റെ ആ ഒരു ഹെയർ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് കാണുന്ന പോലെ വരച്ചു കൊടുക്കുക. ഒരു സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നും ആ ഒരു വ്യൂ കിട്ടും. പിന്നെ അതിനുശേഷം ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ട് ഇതിൻ്റെ കണ്ണ് വരക്കേണ്ട സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണ് ഞാൻ ഈ സ്ക്യൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഔട്ട്ലൈൻ പോലെ. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിപ്പിംഗ് ക്രീം എടുക്കുക, എന്നിട്ട് കുറച്ച് മാത്രം എടുക്കുക. അതിനുശേഷം ഇത്തിരി ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കുക. യൂണിക്കോണിൻ്റെ കണ്ണ് ഇത് വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോണത്. ഇനിയിപ്പം ബ്ലാക്ക് കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. കുറച്ച് ചോക്ലേറ്റും ക്രീമും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതിങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് വരച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ക്രീം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് കുഞ്ഞൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണ് വരച്ചതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ഹോണും ഇയേഴ്സും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇത് 250 ഗ്രാമിൻ്റെ ഫോണ്ടൻ്റാണ്. 172 രൂപയാണ് ഇതിനായിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മാത്രം മതി. അപ്പോൾ ആ ഉള്ളയിൽ നിന്ന് പകുതി ഫോണ്ടൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കുകയാണ്. കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. അങ്ങനെ ആ ഫോണ്ടൻ്റ് ഞാൻ 2 ഈക്വൽ പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. താഴ്ഭാഗത്ത് കുറച്ച് കട്ടിയിലും മേൽഭാഗത്ത് കട്ടി കുറവായിട്ടും വരുന്ന പോലെ രണ്ടും അങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം താഴത്തു നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പം ഇതിങ്ങനെ തിരിഞ്ഞ് ഈ ഒരു ഷേപ്പിലായിട്ട് വരും. ഇതാണ് നമ്മുടെ യൂണിക്കോണിൻ്റെ ഹോണായിട്ട് വെച്ച് കൊടുക്കാൻ പോണത്. അങ്ങനെ തിരിച്ച് ഇതേപോലത്തെ ഒരു ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, കാരണം ഇതിന് വലിപ്പം കൂടുതലാണ്. അപ്പം ഞാൻ താഴ്ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കൊരു സ്ക്യൂവറിൽ കുത്തി വെച്ച് കൊടുക്കാം. ഇത് നേരിട്ട് ഈ സ്ക്യൂവർ മുഴുവനായിട്ട് നമുക്ക് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. ഇനി ബാക്കി വന്നിട്ടുള്ള ഫോണ്ടൻറ്റ് നമുക്ക് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് വെച്ചിട്ട് 2 ഇയേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. യൂണിക്കോണിൻ്റെ 2 ചെവികൾ. ഫോണ്ടൻറ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിനൊരു ഗോൾഡൻ കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഗോൾഡൻ ലെസ്റ്റർ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് എടുത്തിട്ട് അതിൽ ഇത്തിരി ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ആക്കി വെച്ചിട്ടുള്ള ഇയേഴ്സിൻ്റെ നടുവിലും പിന്നെ ആ ഹോൺ കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ഈ ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ യൂണിക്കോൺ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഹോൺ ഒന്ന് കുത്തിവെച്ച് കൊടുക്കാം. ആ സ്ക്യൂവർ ഇങ്ങനെ ഇറക്കി കൊടുത്താൽ തന്നെ നല്ല പോലെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ യൂണിക്കോണിൻ്റെ ഇയേഴ്സും സ്ക്യൂവറിൻ്റെ ഹെൽപ്പോടെ തന്നെ ഇതിൻ്റെ മേലെ കുത്തി വെച്ച് കൊടുക്കുക. ഈ ഹോണിൻ്റെ 2 സൈഡിലായിട്ട് കുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ യൂണിക്കോൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ചതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അപ്പം നമ്മൾ എപ്പോഴാണോ കേക്ക് എടുക്കുന്നത് ആ സമയത്ത് ഫോണ്ടൻ ഡെക്കറേഷൻസ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ കേക്കിൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയ സമയത്ത് 2 kg മേലെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കേക്ക് സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും ഒക്കെ കണക്കെടുത്തിട്ട് ഒരു ന്യായമായ ലാഭം ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് കേക്കിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ കേക്ക് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം.
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ടേസ്റ്റ് നോക്കാം. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.